വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടി നടന്ന് രാത്രി കിടക്കാൻ നേരമാകുമ്പോൾ മനസ്സ് നിറയെ സങ്കടവും പരാതികളുമായി മാറുന്ന എത്രയോ പേര് നമുക്കിടയിലുണ്ടെന്നറിയോ. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, അംഗീകരിക്കുന്നില്ലല്ലോ എന്ന ചിന്ത അലട്ടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എനിക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സ്ത്രീകളെ വിവാഹശേഷം നേരിടുന്ന ഏറ്റവും വലിയൊരു വൈകാരിക പ്രതിസന്ധിയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരാതികൾ ഉണ്ടാവുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഒരു വീടിന് വേണ്ടി ഏറ്റവും കൂടുതൽ അലിഞ്ഞു ചേർന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീയാണ്. അവൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതിനിടയിൽ അവൾക്ക് തന്നെ എവിടെയൊക്കെ വെച്ച് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവാണ് പിന്നീട് പരാതികളായിട്ട് മാറുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഭർത്താവ് എന്നെ പുകഴ്ത്തണം, അല്ലെങ്കിൽ കുട്ടികൾ എന്നെ സ്നേഹിക്കണം, ചുറ്റുമുള്ള വീട്ടുകാർ എന്നോട് നന്ദിയുള്ളവളായിരിക്കണം, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രതീക്ഷകളൊന്നും നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് തളരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വീട്ടിലെ സ്ത്രീകളുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനമൊക്കെ. നമുക്കുള്ള ഒരു സാധനം മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മളെ കൂടി കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും കെയർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിറച്ച് സങ്കടവും പരാതിയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സാറ്റിസ്ഫൈ ചെയ്യാനും ഒരിക്കലും പറ്റില്ലല്ലോ. ഇതൊക്കെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാം? നമ്മൾ മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. എന്ത് മാത്രമാണ് എനിക്ക് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഒന്നും മാറ്റിയെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ. അതായത് നമ്മളെല്ലാവരും സ്നേഹിച്ച്, നമ്മളെല്ലാവരും ബഹുമാനിച്ച്, നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ജീവിതമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനൊരിക്കലും നമ്മളൊരു വിക്ടിം മോഡിൽ ഇരുന്നിട്ട് നമ്മൾ ഈ പരാതികൾ പറഞ്ഞിട്ട് ആരും നമുക്ക് സാധിച്ചു തരാനൊന്നും പോണില്ല. നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ നിറച്ചുകൊണ്ട് തന്നെ നമ്മളത് നേടിയെടുക്കണം. അതിനായിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്. നമ്മൾ സ്വയം സ്നേഹിക്കണം. നമുക്ക് തന്നെ ഒരു പരിഗണനയൊക്കെ കൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സ്നേഹമായാലും സമാധാനമായാലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ നിറച്ചാൽ മാത്രമേ നമുക്കത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. അതായത് നമുക്കൊരു പാട്ട് കേൾക്കുന്നതാണോ, ഒരു ബുക്ക് വായിക്കുന്നതാണോ, ഇതൊന്നും അല്ലെങ്കിൽ കുറച്ചു നേരം വെറുതെ ഇരിക്കുന്നതാണോ, അത് നമ്മൾ ചെയ്യണം. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതുകൊണ്ടൊക്കെ എന്തോ ബെനിഫിറ്റ് എന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ എപ്പോഴും തുടങ്ങാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുറന്ന സംഭാഷണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കമ്മ്യൂണിക്കേഷൻ, തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ പങ്കാളിയോട് നമ്മൾ പരാതികളായിട്ടല്ല, മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ സ്നേഹത്തോടെ പറയാനായിട്ടൊരു സ്പേസ് കണ്ടെത്തണം. അതായത് മിക്കപ്പോഴും നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ അയാളുടെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന, അതായത് പുറത്തുനിന്നൊരു 100 കൂട്ടം ടെൻഷൻസ് ആയിട്ടായിരിക്കും നമ്മുടെ പാർട്ട്ണർ വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ വീട്ടിലിരുന്നിട്ട്, വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് നമ്മളിതിങ്ങനെ ആലോചിച്ച് കൂട്ടി വലുതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൈ കിട്ടുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്ന പുസ്തകം പോലെ അങ്ങ് വായിക്കാൻ തുടങ്ങും. അത് ചിലപ്പോൾ പരാതികളായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ സാഹചര്യവും സന്ദർഭമൊക്കെ നോക്കി സ്നേഹത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. അത് ഇപ്പൊ എനിക്കൊരു സഹായം വേണം എന്ന് പറയുന്നതിൽ പറഞ്ഞാൽ മാത്രമല്ല അവർ ചെയ്യോ ഇല്ലയോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയാം. അതിനൊരു മടി കാണിക്കേണ്ടതോ അല്ലെങ്കിൽ അതൊരു തെറ്റാണെന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ്നെസ് ആണെന്നോ ഒന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മളെ തന്നെ പഠിപ്പിച്ചു വയ്ക്കുക. അതൊരിക്കലും ഒരു സെൽഫിഷ്നെസ് അല്ല, അതെൻ്റെ അവകാശമാണെന്ന് മനസ്സിലാക്കുക. നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും നമ്മൾക്ക് കുറച്ച് സ്പേസ് കണ്ടെത്തുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും അതൊരു ബെനിഫിറ്റ് ആണ്. ബിക്കോസ് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആകും. ആ ഒരു സമാധാനം നമ്മുടെ വീട്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാണ്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിച്ച് നമ്മളെ ബഹുമാനിച്ച് മാത്രമേ ലോകം നമ്മളെ ബഹുമാനിക്കുക സ്നേഹിക്കുകയൊക്കെ ചെയ്തുള്ളൂ.
ഈ വിക്ടിം മോഡിൽ ഇരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. ആ മാറ്റി ഇന്ന് തന്നെ ഈ നിമിഷം മുതൽ തന്നെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. പേഴ്സണൽ സപ്പോർട്ടിനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ടിപ്സിനായിട്ട് നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു.